ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനൊരു റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പറയാം, ഇത് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ സ്വന്തം ഐഡിയ അല്ല, വേറൊരാൾ പറഞ്ഞു തന്ന ഐഡിയ ആണ്. അപ്പോൾ ഞങ്ങളിതിനെ ഈ ചെല്ലികളെ പിടിച്ചപ്പോൾ ഞാൻ കൊമ്പൻ ചെല്ലി എന്നാണ് പറഞ്ഞത്. ഇത് കൊമ്പൻ ചെല്ലി അല്ല, ചാണകവണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ചെല്ലികൾ പലതരത്തിലുണ്ട്. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അങ്ങനെ പലതരം വണ്ടുകളുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തെങ്ങിൻ്റെ കവളിൽ നിന്ന് ഈ വണ്ടുകളെ കിട്ടിയിട്ടുണ്ട്. ചാണകവണ്ടിന് കൊമ്പുണ്ടാവുമോ? ഇതിന് കൊമ്പുള്ളത് തന്നെയുണ്ട്. നിരുപദ്രവകാരികളായത് ഉണ്ടാവുമായിരിക്കും. പിന്നെ കവളിൽ നിന്ന് നമുക്ക് എത്രയോ അനുഭവം സ്വന്തമായിട്ടുണ്ട് ഇതിങ്ങനെ പിടിച്ചെടുത്തത്. ഓക്കെ, ഇതില്ലേ ചാണകവണ്ടായിട്ടുണ്ടാവും. ഇതിന് കൊമ്പുണ്ടോ? ഇതിനൊക്കെ കൊമ്പും കാണുന്നുണ്ട്. എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ ഒരു കണി ഒരുക്കി അതിൽ കുറേ വീണിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം തരാം. ഇതിന് വേണ്ടുന്നത് മെയിനായിട്ട് ഇത് തെങ്ങിൻ്റെ വേറൊരു രോഗമാണ്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടോയെന്ന് അറിയില്ല. ഇതിന് പ്രധാനമായിട്ട് വേണ്ടുന്നത് പച്ചച്ചാണകം, 4 കിലോ പച്ചച്ചാണകം വേണം. പിന്നെ 300 ഗ്രാം വെല്ലം അല്ലെങ്കിൽ ശർക്കര, 1/2 കിലോ കടലപ്പിണ്ണാക്ക്, പിന്നെ ഒരു വലിയൊരു 10 ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റ് വേണം. ആ ബക്കറ്റിൽ ഈ പച്ചച്ചാണകവും വെല്ലും കടലപ്പിണ്ണാക്കും 1/2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കലക്കി നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അടച്ചിട്ട് തന്നെ വെക്കണം. 3 ദിവസം അങ്ങനെ വെക്കണം. ആ 3 ദിവസം രാവിലെയും വൈകിട്ടും നല്ലപോലെ ഒരു 5 മിനിറ്റ് ഇത് നല്ല വൃത്തിയായിട്ടൊരു കോലിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ദിവസം 2 നേരം രാവിലെയും വൈകിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെക്കണം. അങ്ങനെ 3 ദിവസം വെക്കണം. പിന്നെ അപ്പോഴത്തേക്ക് നല്ലൊരു മണം വന്നിട്ടുണ്ടാവും. ചാണകത്തിൻ്റെ എല്ലാം കൂടെ കുറച്ചൊരു സ്മെല്ല്, ദുർഗന്ധം പോലെ ഉണ്ടാവും. ചാണകത്തിൻ്റെ മണം അറിയില്ലേ? അപ്പോൾ 4ാമത്തെ ദിവസം നമുക്കിത് നല്ലപോലെ പൊളിച്ച് സെറ്റായി വന്ന് ഇനി പിന്നെ വേണ്ടത് നമ്മൾ മണ്ണിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ബക്കറ്റിന് ഒരു പകുതി ഭാഗം താഴ്ന്ന വിധത്തിൽ അതൊന്ന് കുഴിച്ച് വെക്കണം. അത് മറിഞ്ഞ് വീഴാതിരിക്കാനായിരിക്കും. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് മഴവെള്ളം വീഴാൻ പാടില്ല. മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് ഡൈല്യൂട്ടായി ഇതിൻ്റെ വീര്യം കുറഞ്ഞു പോകില്ലേ. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് വെക്കുവോ അല്ലെങ്കിൽ ഒരു കുട കമ്പിക്ക് കെട്ടി കുത്തി വെക്കുവോ, അതായത് ഇതുപോലെ ഒരു ഷീറ്റ് എന്തെങ്കിലും മറിച്ച് കൊടുത്താൽ മതി, വെള്ളം വീഴാതിരിക്കാൻ. പിന്നെ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പ്രാണികൾ ഇറങ്ങി പോവുകയും ചെയ്യില്ലേ. പിന്നെ നിങ്ങളത് അവിടെ തന്നെ വെച്ചാൽ മതി. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ വീഴുന്നൊന്നും പറയാൻ കഴിയില്ല. അത് കുറേ നാളവിടെ തന്നെ നിന്നോട്ടെ, ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ വീര്യമൊന്നും കുറഞ്ഞ പോലെ 4-5 മാസം കഴിഞ്ഞാലും അത് അതിൽ വീണുകൊണ്ടിരിക്കും. ഞങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്.